ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ടയും ഉരുളക്കിഴങ്ങും കൊണ്ട് സൂപ്പർ ടേസ്റ്റിലൊരു റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കണം. 2 വിസിൽ വരുമ്പോൾ അപ്പം തന്നെ കുക്കർ തുറക്കുക, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കൂടുതൽ വെന്ത് പോകും. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 3 മുട്ട, നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു. ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ മുട്ടയുടെ വെന്ത് കിട്ടും. ഇപ്പോൾ അത് നമ്മുടെ മുട്ടയുടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ, ഐസ് വാട്ടറില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മുട്ട നല്ല ക്ലീനായിട്ട് എളുപ്പത്തിൽ നമുക്കിത് പൊട്ടിയൊന്നും പോകാതെ തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മുട്ട അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തായാലും മതി കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ മതി. അതുപോലെ തന്നെ ഒരല്പം കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്വല്പം ഉപ്പ് ഇതിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മുട്ടയും ഈ ഉരുളക്കിഴങ്ങും ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് തണുത്തിട്ടിപ്പോൾ ഞാൻ അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഇത് ഒട്ടും പൊടിഞ്ഞു പോവില്ല. പിന്നെ നല്ലൊരു കളറും കിട്ടും നമ്മുടെ റോസ്റ്റിന്. അതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പും അല്പം മുളക് പൊടി, ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തത് ഈ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിക്കുകയും വേണം. എന്നിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇത്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങ് കോരി മാറ്റിയിട്ട് ഇനി നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇത് വരഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ, നമ്മൾ കട്ട് ചെയ്താണ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി മുട്ട നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയ്ക്കൊക്കെ നല്ലൊരു കളർ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതും ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ മുട്ട ഇവിടെ വഴറ്റി റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഗ്രാമ്പു, 2 ഏലയ്ക്ക അതിവിടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 മീഡിയം സൈസിലുള്ള 2 സവോള, ഇതാ കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, അതങ്ങ് ചേർത്ത് കൊടുക്കാം. സവോളയൊന്നും പൊടിയായി അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യാം. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. സവോള പെട്ടെന്നൊന്ന് വഴന്ന് വരട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. സവോള ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് അതങ്ങ് ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇവിടെ വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി കട്ട് ചെയ്തത് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒരല്പം വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. തക്കാളി ഒരു കുറച്ച് സമയം തന്നെ ഇതിലിങ്ങനെ കിടന്നൊന്ന് വെന്ത് വരണം കേട്ടോ. തക്കാളി നന്നായിട്ട് നമുക്ക് ഉടഞ്ഞ് കിട്ടണം. അതുവരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. വെള്ളം ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വിധം ഒന്ന് വഴന്ന് വന്നിട്ടേ ഉള്ളൂ. വെന്തിട്ടില്ല നമ്മുടെ തക്കാളി, ഇനിയും വേകാനുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഒന്ന് കൂട്ടി ഇളക്കി കൊടുത്തിട്ട് അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ റെഡി ആയിട്ടില്ല. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരാനുണ്ട്. അപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ കണ്ടോ, നന്നായിട്ട് സവോളയും തക്കാളിയൊക്കെ നല്ലതുപോലെ നല്ലൊരു മസാല രൂപത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ കിട്ടണം നമുക്ക്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയല്ല കേട്ടോ, സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെയൊക്കെ പച്ചമണം നല്ലതുപോലെ മാറി വരട്ടെ. നമ്മുടെ ഈ സബോളയും തക്കാളിയും ഒക്കെ ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ നമ്മുടെ ഈ മസാലയൊക്കെ. അപ്പോഴാണ് നമ്മുടെ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ആകുന്നത്. ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം. നമ്മൾ സബോള വഴറ്റിയ സമയത്തൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പോരെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് സാവകാശം ഒന്നും ഉടഞ്ഞു പോകാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ മുട്ടയും ഉരുളക്കിഴങ്ങും വഴറ്റി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഉടഞ്ഞു പോവില്ല. എങ്കിലും പൊട്ടിപ്പോകാതെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ നമ്മളത് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയൊക്കെ മുട്ടയും ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തട്ടെ. നല്ലതുപോലെ ഇതിൽ പിടിച്ച് വരണം മസാലയൊക്കെ. അപ്പോഴാണ് നമ്മുടെ റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഒരു 10 സെക്കൻഡ് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മൾ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്.
നന്നായിട്ട് തന്നെ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അവസാനമായിട്ട് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടതങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ മല്ലിയില അത്ര ഫ്രഷായിട്ടുണ്ടായിരുന്നില്ല. മല്ലിയിലയൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആവശ്യം പോലെ ചേർക്കാം കേട്ടോ. ഇനി ഇഷ്ടമല്ല അല്പമെങ്കിലും ചേർക്കുക. ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അപ്പോഴേ നമ്മുടെ ഈ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ട് ഫ്രൈ ആയിക്കോട്ടെ. എന്നിട്ട് ഈ മസാലയൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. താങ്ക് യു.